പരിശുദ്ധ ഗീബറീസ് സഹദായുടെ തിരുശേഷിപ്പ് സൂക്ഷിക്കുന്നതും ഓർത്തഡോക്സ് സഭയുടെ ആഗോള തീർത്ഥാടന കേന്ദ്രവുമായ ചന്ദനപ്പള്ളി വലിയ പള്ളി മാതൃകാപരമായ ഒരു തീരുമാനമാണ് പരിശുദ്ധ ബാബയുടെ ആഹ്വാനം അനുസരിച്ച് ഇപ്പോൾ എടുത്തിട്ടുള്ളത്. നമുക്ക് വൈദികനോട് തന്നെ ചോദിക്കാം, അച്ഛാ, എന്തായിരുന്നു ആ തീരുമാനം ബാബയുടെ? നമ്മുടെ ഈ വർഷത്തെ തൃശ്ശൂർ പൂരത്തോടനുബന്ധിച്ച് ഒരുക്കത്തിൽ നടന്ന വെടിക്കെട്ട് അപകടം, അതിന്റെ പശ്ചാത്തലത്തിലെ പരിശുദ്ധ ബാബ തിരുമനസ് സഭയിലെ എല്ലാ ദേവാലയങ്ങളിലേക്കും ഒരു ആഹ്വാനം നൽകി പരമാവധി ആഘോഷങ്ങൾ ഒഴിവാക്കുകയും പ്രത്യേകിച്ച് വെടിക്കെട്ട് പോലുള്ള ദുരന്തപൂരിതമായ വെടിക്കെട്ട് ആഘോഷങ്ങൾ ഈ വർഷം ഒഴിവാക്കി അത് ജീവകാരുണ്യപരമായ പ്രവർത്തനങ്ങളിലേക്ക് നൽകുകയും ചെയ്യണമെന്നുള്ള ആഹ്വാനമാണ് ബാബ നൽകിയിരിക്കുന്നത്. ആ തീരുമാനത്തെ ഞങ്ങൾ ശിരസാ വഹിച്ചുകൊണ്ട് കഴിഞ്ഞ ദിവസം കൂടിയ മാനേജിംഗ് കമ്മിറ്റിയുടെ തീരുമാനപ്രകാരമാണ് ഈ വർഷം പെരുന്നാളിന് വെടിക്കെട്ട് നമുക്ക് ഒഴിവാക്കാമെന്നുള്ള തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നത്. അപ്പൊ ഈ വെടിക്കെട്ട് ഒഴിവാക്കുമ്പോഴേ അതിന്റെ ആ ഫണ്ട് എന്തിന് ഉപയോഗിക്കുന്നു? നമ്മളിവിടെ വിവിധ തരങ്ങളായ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നടത്താറുണ്ട്. ഭവന നിർമ്മാണം, രോഗികൾക്കുള്ള സഹായങ്ങൾ, അതുപോലെ തന്നെ വിവാഹ സഹായങ്ങൾ ഒക്കെ നൽകാറുണ്ട്. അത് നല്ലൊരു തുക, 10-13 ലക്ഷം രൂപയോളം കഴിഞ്ഞ വർഷം നമ്മൾ നൽകിയിട്ടുണ്ട്. 3 ഭവനങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം പൂർത്തീകരിച്ചിട്ടുണ്ട്. അതിന്റെ താക്കോൽ ദാനം മെയ് മാസം 8-ാം തീയതി പരിശുദ്ധ ബാബ തിരുമനസ് കൊണ്ട് ദേവാലയത്തിൽ വെച്ച് നൽകുന്നുണ്ട്. ഇതുപോലെ തന്നെ വരുന്ന വർഷവും ഈ വരുന്ന സാമ്പത്തിക വർഷത്തിലും ജീവകാരുണ്യപരമായ പ്രവർത്തനങ്ങൾ നടത്തുവാൻ തക്കതായ നിലയിൽ ആഗ്രഹിക്കുന്നുണ്ട്. അതിനുള്ള ക്രമീകരണങ്ങളൊക്കെ അതിന്റെ സമയാസമയങ്ങളിൽ നടക്കും. അങ്ങനെ നടക്കുന്ന ഭവന നിർമ്മാണ പദ്ധതിയിൽ ഈ ഫണ്ട് ഞങ്ങൾ ഉപയോഗിക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ഇപ്പോഴത്തെ തീരുമാനം. ഈ അനുഷ്ഠാനങ്ങളിലും ആചാരങ്ങളിലും ഹൈന്ദവ സംസ്കാരത്തോട് ചേർന്ന് നിൽക്കുന്ന ഒരു ഐതിഹ്യം ഈ പള്ളിക്കുണ്ട്. അപ്പൊ ഈ വെടിക്കെട്ട് ഒഴിവാക്കുമ്പോഴേ ഒരു ജോലി സംബന്ധമായിട്ടുള്ള ഒരു സമൂഹം കൂടെ അങ്ങനെ ജീവിക്കുന്നുണ്ടല്ലോ, അവരെ കൂടെ എങ്ങനെയായിരിക്കും ചേർക്കുന്നത്? പ്രത്യേകിച്ച് ഇവിടെ കടന്നു വരുന്ന വിശ്വാസ സമൂഹം എന്ന് പറയുന്നത് ബഹുഭൂരിപക്ഷവും ക്രൈസ്തവരെക്കാൾ അപ്പുറം ഹൈന്ദവ സഹോദരങ്ങളാണ് ഇവിടെ വരുന്നത്. ഞങ്ങളുടെ സഹതായി എന്ന് വിളിച്ച്, എൻ്റെ സഹതായി എന്ന് വിളിച്ചു വരുന്ന ഹൈന്ദവ സഹോദരങ്ങളെ കാണുമ്പോൾ, അവരുടെ കണ്ണുനീരിൽ നിന്ന് വീഴുന്ന കണ്ണുനീരുകൾ കാണുമ്പോൾ ഞങ്ങൾക്കും പലപ്പോഴും ഞങ്ങളെക്കാൾ, അല്ലെങ്കിൽ നമ്മളെ ഇവിടെ വിശ്വാസികളെന്ന് അവകാശപ്പെടുന്ന ആളുകളെക്കാൾ കൂടുതൽ വിശ്വാസികൾ അവരാണല്ലോ എന്ന് ചിന്തിച്ചിട്ടുണ്ടത് സത്യവുമാണ്. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ ആചാരങ്ങളിൽ പലതിലും ഹൈന്ദവ ആരാധനകളുടെ അല്ലെങ്കിൽ ഹൈന്ദവ ആചാരങ്ങൾ ചിലതെങ്കിലുമൊക്കെ അതിന്റെ ഭാഗമാണ് ഈ വെടിക്കെട്ടുമൊക്കെ വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത് ഒഴിവാക്കപ്പെടുമ്പോൾ അവർക്ക് സ്വാഭാവികമായിട്ടും അതിനകത്ത് പ്രയാസം ഉണ്ടാകും, ചെറിയ നിരാശ ഉണ്ടാകും. പക്ഷേ അവരുടെ തന്നെ പ്രതികരണങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വന്നിരിക്കുന്നത് ഇതൊരു നല്ല കാര്യത്തിന് വേണ്ടിയിട്ടാണല്ലോ, സഭയുടെ പരിശുദ്ധ പിതാവ് ആഹ്വാനം ചെയ്ത പ്രകാരം ഒരു നല്ല കാര്യത്തിന് വേണ്ടി ക്രമീകരിക്കുന്നുവല്ലോ, അതൊരു വീടില്ലാത്ത ഒരാൾക്ക് വീടിന് വേണ്ടിയിട്ടാകുന്നു. അതോടൊപ്പം തന്നെ അപകടമുണ്ടായി മരിച്ച 14 കുടുംബങ്ങളിലെ അവർക്ക്, ആ കുടുംബാംഗങ്ങൾക്ക് ഇതൊരു ആശ്വാസമാകും. ഇതൊരു തീരുമാനം കേൾക്കുമ്പോൾ അതും അവരോട് പങ്കുചേരുകയാണല്ലോ എന്നുള്ള ചിന്തയോടുകൂടി അവരതിനെ സന്തോഷത്തോടെ കാണുന്നുണ്ട്. മറ്റൊന്ന്, വെടിക്കെട്ട് നമ്മൾ ഏൽപ്പിച്ചിരിക്കുന്ന വെടിക്കെട്ട് നടത്തുന്ന ആളുകളുണ്ട്. സ്വാഭാവികമായിട്ടും അവരുടെ ഉപജീവന മാർഗം എന്ന് പറയുന്നത് ഇതുപോലുള്ള വെടിക്കെട്ട് നടത്തുന്ന ഒരു അനുഭവമാണ്. ഞങ്ങൾ അവരെ ഈ വർഷം ഞങ്ങൾ വേണ്ടാന്ന് വെച്ചുവെങ്കിലും അവർക്ക് വേണ്ട കൈത്താങ്ങലുകൾ തീർച്ചയായിട്ടും നൽകുന്നുണ്ട്. അവരെ നമ്മൾ ഒരിക്കലും ഉപേക്ഷിക്കില്ല. വെടിക്കെട്ട് നടത്തുവാനായിട്ട് ഏറ്റിരിക്കുന്ന ടീമുകളോട് അവർക്ക് യാതൊരു വിധത്തിലും അതിൻ്റെ നഷ്ടമുണ്ടാകാതെ അല്ലെങ്കിൽ ഒരു വിധത്തിലൊരു പ്രയാസം ഉണ്ടാകാതെ അവർക്കുള്ളത് അവരോട് ചേർന്ന് നിന്ന് നമ്മളവരെ സഹായിക്കും. ഈ വർഷത്തെ പെരുന്നാളും മറ്റ് ക്രമീകരണങ്ങളൊക്കെ എങ്ങനെയാണ്? പെരുന്നാളിന്റെ ഔദ്യോഗികമായിരിക്കുന്ന തുടക്കം നാളെ കൊടിയേറ്റോടുകൂടിയാണ് ആരംഭിക്കുന്നത്. നാളെ രാവിലെ വിശുദ്ധ കുർബാനയ്ക്ക് നമ്മുടെ പുനലൂർ ഭദ്രാസന മെത്രാപ്പോലീത്ത ആണ് അതിന് നേതൃത്വം നൽകുന്നത്. അതിനുശേഷം തിരുമനസ്സുകൊണ്ട് പള്ളിമുറ്റത്തെ കൊടിമരത്തിൽ കൊടിയേറ്റുന്നതോടുകൂടിയാണ് ഔദ്യോഗികമായ തുടക്കം ആരംഭിക്കുന്നത്. എന്നാൽ കഴിഞ്ഞ 23-ാം തീയതി സഹതായുടെ രക്തസാക്ഷി ദിനമാണ്. അന്ന് വിശുദ്ധ കുർബാന അർപ്പിച്ച് അതിനെ തുടർന്ന് ഒരുക്കദാനങ്ങളും ഒക്കെ നടന്ന് സമർപ്പണ ജാഗരണ പ്രാർത്ഥനകളും ഒക്കെ നടന്ന് ഇങ്ങനെ പെരുന്നാള് അനൗദ്യോഗികമായിട്ട് ആരംഭിച്ചിട്ടുണ്ട്. മെയ് മാസം 1 മുതൽ 8 വരെയുള്ള ദിവസങ്ങളാണ് പ്രധാന ദിവസങ്ങളായിട്ട്. അതിൽ 7-ഉം 8-ഉമാണ് ഏറ്റവും പ്രധാന ദിവസങ്ങൾ. 10-ാം തീയതി കൊടിയിറക്കോടുകൂടിയാണ് പെരുന്നാൾ അവസാനിക്കുന്നത്. 7-ാം തീയതി ദേശം ചുറ്റിയുള്ള പ്രദക്ഷിണമുണ്ട്. ആ പ്രദക്ഷിണത്തിന് ശേഷമാണ് പ്രധാനമായിട്ടും ഇവിടെ ആദ്യത്തെ ദിവസത്തെ വെടിക്കെട്ട് നടത്തുന്നത്. അതിനുശേഷം 8-ാം തീയതി ലോക പ്രശസ്തമായ ചന്ദനപ്പള്ളി ചെമ്പെടുപ്പ് നടത്തപ്പെടും. അതിനുശേഷവും വെടിക്കെട്ട് നടത്തുന്നുണ്ട്. അത് രണ്ടുമാണ്. അത് രണ്ടും വലിയ പള്ളി കോമ്പൗണ്ടിലുള്ള മറ്റ് വെടിക്കെട്ടുകളും ഒക്കെ മുഴുവനായിട്ടും ഉപേക്ഷിച്ചുകൊണ്ടാണ് ഞങ്ങൾ ഈ പ്രാവശ്യം തീരുമാനമെടുത്തിരിക്കുന്നത്. ഈ പെരുന്നാൾ സംബന്ധങ്ങളിൽ പരിശുദ്ധ ബാബ പങ്കെടുക്കുകയാണ്. 8-ാം തീയതി എല്ലാ വർഷവും പരിശുദ്ധ ബാബ തിരുമനസ് 8-ാം തീയതി വിശുദ്ധ കുർബാന അർപ്പിക്കുന്നത് ഈ ദേവാലയത്തിലാണ്. ബാബ തിരുമനസാണ് കുർബാന അർപ്പിക്കുന്നത്. അത് വളരെ സന്തോഷത്തോടെ മുൻകൂട്ടി തന്നെ ക്രമീകരിച്ച് വരുന്ന ബാബ തിരുമനയ്ക്ക് ഇവിടെ വന്ന് സ്ഥിതി അർപ്പിക്കാൻ വലിയ സന്തോഷത്തോടെ കടന്നു വരുന്ന വ്യക്തിത്വമാണ്. തൃശ്ശൂരിലെ പൂരത്തിന്റെ വെടിക്കെട്ടുമായി ബന്ധപ്പെട്ടുണ്ടായ
ദുരന്തത്തിന് ആ സമൂഹത്തെ ചേർത്ത് നിൽക്കുന്ന മാതൃകാപരമായ ഒരു തീരുമാനം കൂടിയാണ് ഓർത്തഡോക്സ് സഭയുടെ പരമാധ്യക്ഷൻ പരിശുദ്ധ ബാബയുടെ തീരുമാനപ്രകാരമാണ് ചന്ദനപ്പള്ളി വലിയ പള്ളിയിൽ നിന്നും ഇക്കുറി വെടിക്കെട്ട് ഒഴിവാക്കിക്കൊണ്ടിരിക്കുന്നത്. കേരള വിഷൻ ന്യൂസിന് വേണ്ടി ക്യാമറാമാൻ പ്രദീപ് അങ്ങാടിക്കലിനൊപ്പം പ്രസാദം ജെ, പത്തനംതിട്ട.